അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാനുള്ളതാണ് ലീഡർഷിപ്പ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ലീഡർഷിപ്പ് എങ്ങനെയാണ് ഉള്ളത് എന്നത്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് അതിന് OB എന്ന് പറഞ്ഞാൽ, OBയിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ബോൺ ലീഡേഴ്സ്, അത് ട്രേഡ് തിയറി ആൻഡ് ബോൺ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ട്രേഡ് തിയറി എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. അതായത് ട്രേഡ് തിയറി എന്ന് പറയുന്നത് തന്നെ ലീഡേഴ്സ് എല്ലാം ജനിച്ചതാണ്, അല്ലാതെ ഉണ്ടാക്കപ്പെട്ടതല്ല. അതായത് ആർട്ടിഫിഷ്യൽ അല്ല, ഉണ്ടായതാണ്. അത് പ്രകൃതിപരമായിട്ട് തന്നെ ഉണ്ടായത്, ജനിച്ചതാണ്. അപ്പോൾ കീ ട്രൈറ്റ്സ് ഇൻക്ലൂഡ്സ് ഈ ട്രൈറ്റ്സിൽ എന്തെല്ലാം ഉണ്ടാവും. അപ്പോൾ എനർജി ആൻഡ് ആംബിഷൻ, നല്ല എനർജി, പിന്നെ ആംബിഷൻസ് ഉണ്ടാവും, പിന്നെ ഡിസയർ ഉണ്ടാവും, ലീഡ് ചെയ്യാനുള്ള ഡിസൈർസ് ഉണ്ടാവും. അതായത് ലീഡേഴ്സിന് ലീഡ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് കാണിക്കാനുള്ള ഡിസൈർസ് ഉണ്ടാവും. പിന്നെ ഹോണസ്റ്റി ഉണ്ടാവും, പിന്നെ കോൺഫിഡൻസ്, പിന്നെ ഇൻ്റലിജൻസ്, പിന്നെ ജോബ് നോളജ്, അതായത് വർക്കിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാവും. അപ്പോൾ ഈ ട്രൈറ്റ്സ് ഉണ്ടായാൽ പിന്നെ ലീഡേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഈ ട്രൈറ്റ്സ് എല്ലാം ഉണ്ടാവും, എന്നിട്ട് മോർ എഫക്റ്റീവായ ലീഡേഴ്സ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്, അപ്പോൾ വാട്ട് ഡു ലീഡേഴ്സ് ആക്ച്വലി ഡു, അതായത് ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ലീഡേഴ്സുകൾ ഉണ്ടാവാൻ. അപ്പോൾ എല്ലാ ആൻസറാണ് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളതാണ് ബിഹേവിയറൽ തിയറീസ്, വാട്ട് ലീഡേഴ്സ് ഡു, അതായത് എന്താണ് ലീഡേഴ്സ് ചെയ്യാനുള്ളതെന്ന്. ബിഹേവിയറൽ തിയറീസ് ഫോക്കസ് ഓൺ ആക്ഷൻസ്, അതായത് ആക്ഷൻ കൊണ്ടിട്ടാണ് ബിഹേവിയറൽ തിയറി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറിന് രണ്ട് മെയിൻ സ്റ്റൈൽസ് ഉണ്ടാവും. ഒന്നാമതാണ് ടാസ്ക് ഓറിയൻറ്റഡ്, അതായത് ഓർഗനൈസിങ് വർക്ക്സ്, ഗോൾ സെറ്റിംഗ്, പിന്നെ കംപ്ലീറ്റിംഗ് ടാസ്ക്, ഇതെല്ലാം ടാസ്ക് ഓറിയൻറ്റഡ്. പിന്നെ പീപ്പിൾ ഓറിയൻറ്റഡ്, അത് പീപ്പിൾ ഓറിയൻറ്റഡിൽ വരുന്നതാണ് കെയറിങ് അബൌട്ട് എംപ്ലോയീസ്, പിന്നെ റിലേഷൻഷിപ്സ്, പിന്നെ മോറൽ, ഇതാണ് പീപ്പിൾ ഓറിയൻറ്റഡിൽ വരുന്നത്. പിന്നെ പറയാനുള്ളതാണ് കോണ്ടിന്യൂസി തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ കോണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞാൽ നല്ല എഫക്റ്റീവ് ഉണ്ടാവില്ല, അതായത് നല്ല സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നല്ല എഫക്റ്റീവ് ലീഡേഴ്സ് ഉണ്ടാവില്ലെന്നാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നമുക്ക് പറയാനുള്ളത് ഫീൽഡർ മോഡൽ, സിറ്റുവേഷൻ ലീഡർഷിപ്പ്, പിന്നെ പാത്ത് ഗോൾ തിയറി, അതായത് നല്ല ഗൈഡ് ഉണ്ടാവില്ല, സപ്പോർട്ടീവായിട്ട് ഉണ്ടാവില്ല, ചാലഞ്ചസ് ഉണ്ടാവില്ല ഫോളോവേഴ്സിന്, ഗോൾസ് അനുസരിച്ചുള്ള ചാലഞ്ചസ് ഉണ്ടാവില്ല. പിന്നെ ലീഡേഴ്സ് പാർട്ടിസിപ്പേഷൻ മോഡൽ, അതായത് ലീഡേഴ്സ് പാർട്ടിസിപ്പേഷൻ മോഡൽ വരുന്നതാണ് എങ്ങനെയാണ് ഒരു ടീമിൽ അല്ലെങ്കിൽ ടീം ഡിസിഷനിൽ എങ്ങനെയാണ് ഇൻക്ലൂഡ് ആവുന്നത്, എങ്ങനെയാണ് ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കലെന്നിട്ടാണ്. അപ്പോൾ പിന്നെ പറയാനുള്ളതാണ് കരിസ്മാറ്റിക് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. കരിസ്മാറ്റിക് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. കരിസ്മാറ്റിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിഷൻസ് ഉണ്ടാവല്, പിന്നെ നല്ല പേഴ്സണലായി റിസ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ജോബിൽ ഇൻക്ലൂഡ് ആവല്, പിന്നെ നല്ല എക്സ്ട്രോർഡിനറി ബിഹേവിയർ കാണിക്കൽ, ഇതെല്ലാമാണ് കരിസ്മാറ്റിക് ലീഡേഴ്സിലുണ്ടാവില്ല. പിന്നെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് വ്യത്യസ്തമായിട്ടുണ്ടാവും. അങ്ങനെ ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻസ്, പിന്നെ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ഇതിൽ പറയുന്നതാണ് ചാലഞ്ച്, നല്ല ഫോളോവേഴ്സിന് നല്ല ചാലഞ്ചസ് ഉണ്ടാവല്. പിന്നെ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ, ഇതിൽ വരുന്നത് മെൻറ്റർ സിസ്റ്റംസ്, പിന്നെ ഐഡിയലൈസ്ഡ് ഇൻഫ്ലുവൻസ്, ഇതിൽ വരുന്നതിന് ആക്ട്, പിന്നെ റോൾ മോഡലായിട്ട് എങ്ങനെ ആക്ട് ചെയ്യണമെന്നതാണ്. പിന്നെ പോസിറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഏതെല്ലാം പറഞ്ഞാൽ പോസിറ്റീവ് ലീഡർഷിപ്പ് ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് അതർ സക്സീഡ്, അതായത് വേറെ ആൾക്കാർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറയുന്നതാണ് പോസിറ്റീവ് ലീഡർഷിപ്പ്, അതായത് പോസിറ്റീവ് ലീഡർഷിപ്പ് വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നതാണ് സെർവൻറ്റ് ലീഡർഷിപ്പ്, പിന്നെ ഒത്തൻറ്റിക് ലീഡർഷിപ്പ്. സെർവൻറ്റ് ലീഡർഷിപ്പിൽ നമുക്ക് പറയാനുള്ളത് ലീഡേഴ്സ് സെർവ് ഫോളോവേഴ്സ്, അതായത് നമുക്ക് സാധാരണ പറയുന്ന ലീഡേഴ്സ് സാമാന്യ ലീഡേഴ്സ് എന്താകണം, ഫോളോവേഴ്സിന് ഇങ്ങനെ സെർവ് ചെയ്യണം, അത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് അറിയുന്നത് പോലെ മുഖദിമ എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നെ റിമൂവ് ഒബ്സ്റ്റാക്കിൾസ്, അതായത് ഒബ്സ്റ്റാക്കിൾസ് എല്ലാം തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യൽ, പിന്നെ പീപ്പിൾസിന്, അതായത് എംപ്ലോയേഴ്സിന് നല്ല ഊർജ്ജം കൊടുക്കൽ, പവർ കൊടുക്കൽ. പിന്നെ ഒത്തൻറ്റിക് ലീഡർഷിപ്പിൽ പറയുന്നതാണ് സെൽഫ് അവെയർ ആവൽ, പിന്നെ ബി ഹോണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റോ, ഹോണസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സത്യസന്ധനായിട്ട് ഉണ്ടാവൽ, പിന്നെ നല്ല ട്രസ്റ്റ് ഉണ്ടാക്കൽ,
ഇതെല്ലാമാണ് ഒതൻറ്റിക് ലീഡർഷിപ്പിൽ പറയാനുള്ളത്. പിന്നെ എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ഇതിൽ പറയാനുള്ളതാണ്. എത്തിക്കൽ ലീഡേഴ്സ്, അതായത് എത്തിക്സ് ഈസ് എസെൻഷ്യൽ, അത് നിർബന്ധമാണ്. പിന്നെ ഇതിൽ പറയാനുള്ളതാണ് നല്ല ക്ലിയർ ആയ റൂൾസ് ഉണ്ടാക്കൽ, പിന്നെ റിവാർഡ് കൊടുക്കൽ, നല്ല റിവാർഡ്സ് കൊടുക്കൽ, അതായത് നല്ല സാലറി കൊടുക്കൽ, നല്ല ബിഹേവിയറിനനുസരിച്ച് നല്ല സാലറി കൊടുക്കൽ, പിന്നെ നല്ല ബാഡ് ബിഹേവിയേഴ്സിന് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക, അഡ്രസ് കൊടുക്കൽ, പിന്നെ ട്രീറ്റ് എല്ലാവരും ഈക്വലി ആയിട്ട് ട്രീറ്റ് ചെയ്യൽ. പിന്നെ ഈ ട്രസ്റ്റ്, അതായത് ലീഡർഷിപ്പ് ട്രസ്റ്റിന് 5 പാർട്സ് ഉണ്ട്. ഒന്നാമത് ഇൻറ്റഗ്രിറ്റി പറഞ്ഞാൽ ഹോണസ്റ്റി, രണ്ടാമത്തത് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി, പിന്നെ കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സത്യസന്ധനാവൽ, പിന്നെ ലോയലിറ്റി, പിന്നെ ഓപ്പൺനെസ് പറഞ്ഞാൽ എന്തും ലിസൺ ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ളതാണ് മോഡേൺ ലീഡർഷിപ്പ് ചാലഞ്ചസ്. മോഡേൺ ലീഡർഷിപ്പ് ചാലഞ്ചസിൽ പറയാനുള്ളതാണ് എന്തെല്ലാം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, എന്തെല്ലാം മോഡേൺ ഡേയ്സിൽ എന്തെല്ലാം ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യാനുള്ളതാണ്. ഒന്നത് ഗ്ലോബൽ വർക്ക് ഫേസ്, അതായത് കുറേ കൾച്ചറൽ ഡിഫറൻസ് ഫേസ് ചെയ്യാനുണ്ട്. പിന്നെ നല്ല വെർച്വൽ ടീംസ്, അതായത് നല്ല ട്രസ്റ്റുള്ള ടീംസിനെ ബിൽഡ് ചെയ്യുക, അതൊരു നല്ലൊരു ചാലഞ്ചാണ്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഒരേ മറ്റേ എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ എമോഷണൽ എങ്ങനെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കൽ എന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അതായത് കൺക്ലൂഷൻ വരുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് എങ്ങനെയാണ് നമ്മൾ ലീഡർഷിപ്പ് ബിഹേവിയർ നമുക്ക് ഫസ്റ്റ് ലീഡേഴ്സ് എന്താക്കണം, ലീഡർഷിപ്പ് ബിഹേവിയർ മനസ്സിലാക്കണം, എന്നിട്ടാണ് ലീഡ് ചെയ്യേണ്ടത്. പിന്നെ സിറ്റുവേഷന് മനസ്സിലാക്കണം, പിന്നെയാണ് നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാക്കണം, അതായത് എത്തിക്കലായിട്ടും ലീഡ് ചെയ്യണം എന്നതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.